ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത്? ഡബിൾ എവിക്ഷൻ നടക്കുമോ? അതുപോലെ തന്നെ ആരൊക്കെയാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്? നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോ ആരാണ് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആവാൻ പോകുന്നത്? നാളെ ഡബിൾ എവിക്ഷന് സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടിയ പ്രകാരം ഡബിൾ എവിക്ഷന് സാധ്യതയുണ്ട്. കാരണം സാറ്റർഡേ എപ്പിസോഡില് ഒനീല് എവിക്റ്റ് ആകുന്നുണ്ട്. 100% കൺഫേംഡ് ആണ്. ഒനീല് സാറ്റർഡേ എപ്പിസോഡിൽ എവിക്റ്റ് ആകുന്നുണ്ട്. പിന്നെ ശനിയാഴ്ച അങ്ങനെ ആവുകയാണെങ്കിൽ തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഞായറാഴ്ചയും ഒരു എവിക്ഷൻ നടക്കും, അല്ലെങ്കിൽ നോ എവിക്ഷൻ വെക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ സാധ്യതയുണ്ടല്ലോ, ഒരു 50% സാധ്യതയുണ്ട് ഡബിൾ എവിക്ഷൻ നടക്കാൻ. അപ്പോ ഒനിൽ എവിക്റ്റ് അയക്കാണ് സാറ്റർഡേ എപ്പിസോഡില്. ഇനിയിപ്പോ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ആരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്? 2 പേരാണ്. ഇപ്പൊ ഒനിൽ ഔട്ടായല്ലോ, പിന്നെ അത് നമുക്ക് മാറ്റാം. ഇനി നമുക്കുള്ളത് സാബുമാനും നിവിനും. ഈ 2 പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇതില് ഈ 2 പേരിൽ എനിക്ക് സാബുമാൻ പോയാൽ മാത്രമാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. കാരണം നെവിൻ കുറച്ചെങ്കിലും അവിടെ ഒരു കണ്ടന്റ് ഉണ്ട്. അവിടെ സാബുമാൻ കണ്ടന്റ് ഇല്ല. അപ്പോൾ കണ്ടന്റ് ഉള്ള ആൾക്കാരെയാണ് അവിടെ നിർത്തേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പൊ ഒനീലിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സാബുമാനാണ് ആദ്യം പോവേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് നോക്കാം. പക്ഷെ നെവിൻ ആണെന്ന് കേൾക്കുന്നുണ്ട്. ഞായറാഴ്ചത്തെ എപ്പിസോഡില് നെവിൻ ആണെന്ന് കേൾക്കുന്നുണ്ട്, ഉറപ്പില്ല. നമുക്ക് അത് കൺഫേം ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോയും വിശേഷവും ഉടനെ വരുന്നതാണ്. അതുവരേക്കും